ഹലോ, ടെക്നോ ടിപ്സറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. എൻജിൻ ഓയിൽ മുഴുവൻ തീർന്ന് പിസ്റ്റൺ പിടിച്ച വണ്ടിയുടെ എൻജിൻ റിപ്പയറിങ്ങിൻ്റെ വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്ന്. ഓയിൽ മുഴുവൻ തീർന്നു പോയതുകൊണ്ട് റിങ്സ് എല്ലാം ജാമായി പിസ്റ്റൺ കണക്റ്റിംഗ് റോഡിൽ നിന്നും ഒട്ടും അനങ്ങാത്ത സ്റ്റേജിലായിരുന്നു. നിങ്ങളുടെ വണ്ടിയുടെ എൻജിൻ ചേസിസിൽ നിന്നും വേർപെടുത്തി മുഴുവനായി എങ്ങനെ ഡിസസംബ്ലി ചെയ്യാമെന്നുള്ള വീഡിയോയുടെ ലിങ്ക് ഇവിടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഫുൾ എൻജിൻ അസംബ്ലിങ്ങിൻ്റെ വീഡിയോ സീരീസാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. ഈ സീരീസിലെ പാർട്ട് 1 ആണ് ഇന്നത്തെ വീഡിയോ. തുടർ വീഡിയോകളുടെ ബാക്കിയുള്ള ഭാഗങ്ങളുടെ വീഡിയോ ലിങ്കുകൾ അത് പബ്ലിഷ് ചെയ്യുന്നതിനനുസരിച്ച് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. വണ്ടിയുടെ ഗിയർ ബോക്സ് അസംബ്ലിങ്ങോടുകൂടി നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. ഒരു പേപ്പർ നൈഫോ ബ്ലേഡോ ഉപയോഗിച്ച് ഗിയർ ബോക്സ് പാക്കിംഗ് റിമൂവ് ചെയ്തതിന് ശേഷം ഗിയർ വീലുകളും ഗിയർ ബോക്സും ഡീസൽ ഉപയോഗിച്ച് നന്നായി ക്ലീൻ ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഗിയർ ബോക്സ് കേസിൽ സ്ക്രാച്ച് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹീറോയുടെ ഒറിജിനൽ എക്യുപ്മെൻറ്റ് അഥവാ OE പാക്കിങ്ങിലെ വീൽ ബെയറിംഗ് ആണിത്. 6004 ഈ ബെയറിങ്ങിൻ്റെ നമ്പർ. 180 രൂപയാണ് ഇതിന് വില വരുന്നത്. ഇതിൻ്റെ ഇരുഭാഗങ്ങളിലും സീലുകൾ ഉള്ളതുകൊണ്ട് ബെയറിംഗ് ഇടുമ്പോൾ വശം മാറിപ്പോയാലും കുഴപ്പമില്ല. പുതിയ ബെയറിംഗ് ഇങ്ങനെ വെച്ചതിന് ശേഷം പഴയ ബെയറിംഗ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് ഒരു ഹാമർ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ മെല്ലെ തട്ടി ബെയറിംഗ് സീറ്റിംഗ് ആക്കാം. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുതിയ ബെയറിങ്ങിൻ്റെ എല്ലാ വശങ്ങളും ഒരുപോലെ സീറ്റിംഗ് ആവുന്നുണ്ടോ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉറപ്പുവരുത്തണം. പുതിയ ബെയറിങ് ഒരല്പം ആഴത്തിലേക്ക് സീറ്റിംഗ് ആക്കാനുള്ളതുകൊണ്ട് പഴയ ബെയറിങ്ങും ഒരു പരിധി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കയറി പോകുന്നതാണ്. ഇത് ഒഴിവാക്കാനായി നമുക്ക് പഴയ ബെയറിംഗ് ഒഴിവാക്കി ഒരു 32 മില്ലിമീറ്റർ ഹെക്സ് സോക്കറ്റ് ഉപയോഗിച്ച് ബാക്കിയുള്ള ഭാഗം ഇതുപോലെ അടിച്ച് സീറ്റിംഗ് ആക്കാവുന്നതാണ്. ബെയറിംഗ് പ്രോപ്പറായി സീറ്റിംഗ് ആയി കഴിഞ്ഞാൽ ഈ ചിൽ സൗണ്ടിൻ്റെ ഫ്രീക്വൻസി കൂടി വരുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ബെയറിംഗ് പ്രോപ്പർ സീറ്റിങ്ങിലാണ്. ഗിയർ ഓയിൽ ലീക്കിംഗ് ഒഴിവാക്കാനായി ബെയറിങ്ങിന് ശേഷം ഇടുന്ന ഓയിൽ സീൽ ഇടുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം. അതിൻ്റെ ഒരു ഭാഗം ഫ്ലാറ്റായിട്ടുള്ളതും ഓപ്പോസിറ്റ് ഭാഗം ഒരല്പം കുഴിയുള്ളതുപോലെയുമാണ്. ഈ ഫ്ലാറ്റായിട്ടുള്ള ഭാഗം താഴെ വരുന്ന രീതിയിൽ, അതായത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് വേണം ഓയിൽ സീൽ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഓയിൽ സീൽ പ്രോപ്പറായി സീറ്റിങ്ങിൽ വരുന്നതിന് വേണ്ടി ഒരു കനം കുറഞ്ഞ ഹാമർ ഉപയോഗിച്ചുകൊണ്ട് വളരെ മൃദുവായി എല്ലാ ഭാഗത്തും ഇതുപോലെ മെല്ലെ തട്ടിക്കൊടുക്കാം. ഗിയർ ഓയിൽ ഉപയോഗിച്ച് ലൂബ്രിക്കേറ്റ് ചെയ്തതിന് ശേഷം നീളമുള്ള ഈ ഗിയറിൻ്റെ മില്ലിംഗ് വരുന്ന ഈ ഭാഗം ഹെലിക്കൽ ഗിയർ വീലിൻ്റെ മില്ലിങ്ങിനുള്ളിലേക്ക് ഇതുപോലെ ഇൻസർട്ട് ചെയ്ത് വെക്കണം. ഈ വീൽ അസംബ്ലിയുടെ താഴെ വരുന്ന ഈ ഷാഫ്റ്റ് ഈ കാണുന്ന ബെയറിങ്ങിനുള്ളിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ഫ്രീ ആയി കറങ്ങുന്നുണ്ടോ എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. വണ്ടിയുടെ ബാക്ക് വീൽ ഇടുന്ന വീൽ ഷാഫ്റ്റ് നമുക്ക് വീൽ ബെയറിങ്ങിനുള്ളിലൂടെ ഇതുപോലെ ഫിക്സ് ചെയ്യാം. യാതൊരു രീതിയിലുമുള്ള ഗിയർ ഓയിൽ ലീക്കിംഗ് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരല്പം അനാബോണ്ട് അഥവാ ലിക്വിഡ് ഗാസ്കറ്റ് മേക്കർ ഗിയർ ബോക്സിൻ്റെ ചുറ്റിലുമായി വളരെ നേരിയ തോതിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതാണ് ഗിയർ ബോക്സ് പാക്കിംഗ് അഥവാ ഗിയർ ബോക്സ് ഗാസ്കറ്റ്. 21 രൂപയാണ് ഇതിന് വില വരുന്നത്. പാക്കിംഗ് ഇടുമ്പോൾ തെന്നിപ്പോവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ കാണുന്ന 2 ഡവൽ പിന്നുകൾ അഥവാ സ്റ്റഡി പിന്നുകൾ നമുക്ക് ഇവിടെയും അതിന് നേരെ ഓപ്പോസിറ്റായി ഈ ഭാഗത്തുമായി നമുക്ക് ഇട്ടുകൊടുക്കാം. ഗിയർ ബോക്സ് പാക്കിംഗ് അഥവാ ഗാസ്കറ്റ് ഇടുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം. അതിൻ്റെ ഒരു ഭാഗം ഗ്രീൻ കളറും ഓപ്പോസിറ്റ് ഭാഗം ക്രീം കളറുമാണ്. ഗ്രീൻ കളർ ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ വേണം പാക്കിംഗ് ഇടുമ്പോൾ വരേണ്ടത്. ഒരല്പം അനോബോണ്ട് അഥവാ ലിക്വിഡ് ഗാസ്കറ്റ് മേക്കർ പാക്കിങ്ങിന് മുകളിലൂടെ വളരെ ചെറിയ തോതിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതിലൂടെ വന്നേക്കാവുന്ന ഗിയർ ഓയിൽ ലീക്കിംഗ് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇനി നമുക്ക് എഞ്ചിൻ്റെ ക്രാങ്ക് കേസിനോടനുബന്ധമായ ഭാഗത്തുള്ള ഗിയർ ബോക്സിൻ്റെ ബാക്കിയുള്ള ഭാഗത്തേക്ക് ഇപ്പോൾ അസംബിൾ ചെയ്തു വെച്ച ഗിയർ ബോക്സിൻ്റെ ബാക്കിയുള്ള ഭാഗം അറ്റാച്ച് ചെയ്യണം. ഇതുപോലെ ചരിച്ചു പിടിച്ചുകൊണ്ട് ഗിയർ ബോക്സ് അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ഗിയർ വീലുകളുടെ പൊസിഷൻ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഗിയർ ബോക്സ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അത് പരസ്പരം ഇളകിപ്പോവാത്ത രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഒരു ടയറിലോ മറ്റോ ഇതുപോലെ വെക്കാം.
അതിനുശേഷം നമുക്ക് 10 മില്ലിമീറ്ററിൻ്റെ 7 ബോൾട്ടുകൾ ടൈറ്റ് ചെയ്യാനുണ്ട്. ഇതിൽ 3 ബോൾട്ടുകൾക്ക് നീളം കൂടുതലാണ്. ഇതാണ് ഒന്നാമത്തെ ബോൾട്ട്. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ നീളം കൂടിയ ബോൾട്ട് ഇടേണ്ടത്. ശേഷിക്കുന്ന നീളമുള്ള മൂന്നാമത്തെ ബോൾട്ട് വരുന്നത് താഴെ ഇവിടെയായിട്ടാണ്. ഇനിയുള്ള 4 ബോൾട്ടുകളുടെയും നീളം തുല്യം തന്നെയാണ്. എന്നാൽ ആദ്യം നമ്മളിട്ട 3 ബോൾട്ടിനേക്കാൾ നീളത്തിൽ ഇവയ്ക്ക് ഒരല്പം കുറവുണ്ടെന്ന് മാത്രം. വെളിച്ചം കുറവായതിനാൽ ഇപ്പോഴിട്ട 7 ബോൾട്ടുകളും ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഒരു 10 മില്ലിമീറ്റർ ടീ സ്പാനർ ഉപയോഗിച്ച് ഈ 7 ബോൾട്ടുകളും ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഓപ്പോസിറ്റ് ഭാഗത്ത് വരുന്ന ബോൾട്ടുകൾ വേണം ആദ്യം ടൈറ്റ് ചെയ്യാനുള്ളത് എന്നുള്ളതാണ്. അതായത് ഈ ബോൾട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഓപ്പോസിറ്റുള്ള ഈ ബോൾട്ട് ടൈറ്റ് ചെയ്യണം എന്നർത്ഥം. അതുപോലെ ഈ ബോൾട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ബോൾട്ട്, അതായത് ഈ ബോൾട്ട് ടൈറ്റ് ചെയ്യണം എന്നർത്ഥം. ഇതുപോലെ 7 ബോൾട്ടുകളും പൂർണ്ണമായി ടൈറ്റ് ചെയ്യണം. എൻജിൻ ഡിസസംബ്ലിംഗ് വീഡിയോയിൽ ഞാൻ ഈ ഭാഗത്തുണ്ടായിരുന്ന ഗിയർ ഓയിൽ ലീക്കിങ്ങിനെ പറ്റി പറഞ്ഞിരുന്നു. അത് സോൾവ് ചെയ്യാനായി നമുക്ക് ഈ ഭാഗത്തുള്ള ഓയിൽ സീൽ റീപ്ലേസ് ചെയ്യാം. ഒരു ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവറിൻ്റെ അഗ്രഭാഗം ഇതുപോലുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ സീൽ വളരെ എളുപ്പത്തിൽ ഊരിയെടുക്കാനുള്ള ടൂളായി ഉപയോഗിക്കാവുന്നതാണ്. പുതിയ ക്ലച്ച് ഷാഫ്റ്റ് ഓയിൽ സീൽ ഇതാണ്. ഇതിൻ്റെ ഒരു ഭാഗം കുഴി പോലുള്ളതും ഓപ്പോസിറ്റ് ഭാഗം ഫ്ലാറ്റ് ആയിട്ടുള്ളതുമാണ്. കുഴി പോലുള്ള ഈ ഭാഗം താഴെ അകത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ പിടിച്ചുകൊണ്ട് വേണം ക്ലച്ച് ഷാഫ്റ്റിൽ ഓയിൽ സീൽ ഇടേണ്ടത്. ഓയിൽ സീൽ പ്രോപ്പർ സീറ്റിങ്ങിൽ വരുന്നതിന് വേണ്ടി അതിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതോടുകൂടി ഗിയർ ബോക്സ് അസംബ്ലിംഗ് കംപ്ലീറ്റ് ആയി. ഇനി ഗിയർ ഓയിൽ ഒഴിക്കാനുണ്ട്. ബാക്കിയുള്ള എൻജിൻ വർക്ക് ഫിനിഷ് ചെയ്തിട്ടാണ് നമ്മൾ ഗിയർ ഓയിൽ ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻജിൻ അസംബ്ലിംഗ് പാർട്ട് 2 വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക്